നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അറുത്ത കൈക്ക് ഉപ്പ് തേക്കത്ത് പിശുക്കി തൊള്ള. ചത്തു കഴിയുമ്പോ എല്ലാം കൂടെ വാരിക്കെട്ടി മുകളിലേക്ക് കൊണ്ടുവന്ന തള്ളയുടെ വിചാരം. കുഴിയിലേക്ക് കാലിനിട്ടിരിക്കുന്ന തള്ളക്ക് വായിക്കിടാൻ ആകെയുള്ള ഞാൻ മാത്രോ. എനിക്കൊന്നും തരാതെ സ്വത്ത് മുഴുവൻ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് ആ തള്ളക്ക് ഒരു പുണ്യവും കിട്ടാൻ പോണില്ലെന്ന് ആന്റി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. അങ്ങനെയൊന്നും പറയലട മോനെ മുരുക. നിന്നെ ഇത്രയും വളർത്തിയത് കുഞ്ഞമ്മ നിനക്കൊന്നും തരാതെയാണോ? വളർത്തിയിടത്തോളം നിന്നെ അവര് സ്നേഹത്തോടെ തന്നെ വളർത്തി. നീ വഴിതെറ്റിപ്പോയെന്ന് അറിഞ്ഞപ്പോ അവര് നിന്നെ കൈവിട്ടു. വെട്ടും കുത്തും കോടതിയും ജയിലും ഒക്കെ നടന്നിടത്തുനിന്ന് വീണ്ടും നീ തിരിച്ചു വന്ന് ആ പാവത്തിന്റെ ചോരയും നീരും ഒക്കെ ഊറ്റിയെടുക്കാൻ തുടങ്ങിയ വിവരമൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. എന്തിനാടാ നീ ഈ മഹാപാപം ചെയ്യുന്നേ? ആ തള്ളയുടെ ജീവൻ നിലച്ചാലേ അവർക്കുള്ളതൊക്കെ നിനക്ക് തന്നെയല്ലേ? അതിനവരൊന്ന് ചത്ത് കിട്ടണ്ടേ? സ്വത്തും പണമൊക്കെ മനുഷ്യന് ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതാ. അവർക്ക് ചത്ത് കിടക്കാൻ ആ മണ്ണ് വേണമെങ്കിൽ എടുത്തോട്ടെ. പകരം ഞാൻ ഒരു 2 ലക്ഷം രൂപയല്ലേ ചോദിച്ചുള്ളൂ. അതെനിക്ക് എന്നാലെന്താ? എടാ, അത്രയും കാശ് ആ പാവത്തിന്റെ കയ്യിൽ എവിടെ നിന്നുണ്ടാവാനാ? നാട്ടുംപുറത്ത് ആഴ്ചച്ചട്ടി വെച്ച് കിട്ടുന്ന ചില്ലറ കാശുകൊണ്ടാ പാവം ജീവിച്ചു പോന്നെ. അത് തന്നെ ആരെങ്കിലും പറ്റിച്ചു പോയാൽ ആ പാവം അത് കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കണം. എടാ മുരുക, മുരുക, കുറച്ച് കാശ് കടം ചോദിച്ച് കുഞ്ഞമ്മ ഒരു ദിവസം ഇവിടെ വന്നായിരുന്നു. എന്റെ എവിടെന്നാ കാശ്? ഞാൻ തന്നെ എന്റെ മക്കളുടെ ചെലവിലാ ജീവിക്കുന്നേ. അവരിവിടെ എങ്ങോട്ടാ പോയെന്നറിയൂ? അങ്ങോട്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. എങ്ങോട്ടാ പോകുന്നതെന്നൊന്നും എന്നോട് പറഞ്ഞില്ല, ഞാനൊട്ട് ചോദിച്ചുമില്ല. അല്ല, ചിലപ്പോ സുധന്റെ വീട്ടിലേക്ക് പോയി കാണും. നീ അവനെ കണ്ടൊന്ന് ചോദിച്ചു നോക്ക്. ശരി, 2 ലക്ഷം രൂപയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുമോ ഞാൻ. ആ തള്ളയ്ക്ക് ആയുസ് ഉണ്ടെങ്കിൽ എവിടെന്നെങ്കിലും പണം എനിക്ക് അവർ റെഡിയാക്കി തരും. ഇല്ലെങ്കിൽ അവരെ കൊന്ന് ഞാൻ ജയിലിൽ പോവും. കുഞ്ഞമ്മയെ വീണ്ടും കാണുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം ആന്റി ഒന്ന് സൂചിപ്പിച്ചേക്ക്.